പ്രിയപ്പെട്ട എൻ്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളെ, പല ഒളിച്ചോട്ട കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രണ്ട് വശവും നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി ബാലൻസ് ചെയ്ത് സംസാരിക്കാനും ശ്രമിക്കുക. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രം ഒരു സ്ത്രീയും ഒരിക്കലും ഒളിച്ചോടില്ല. ഒറ്റൊരു കാരണം കൊണ്ട് ഒളിച്ചോടും ഒരിക്കൽ. എൻ്റെ ഭർത്താവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇന്നൊരു സ്വഭാവം കുറവുണ്ട്, എന്നൊരു ഒളിച്ചോടുമോ? ഒരിക്കലുമില്ല. 100 കുറവുകളുണ്ടാകും. അല്ലെങ്കിൽ ഒരു പരിഗണിക്കാത്തത്, നല്ല വാക്ക് പറയാത്തത്, നല്ല കമൻറ്റ് പറയാത്തത്, നല്ല ഒരു വസ്ത്രം ധരിച്ചു വന്നാൽ പോലും, നല്ലൊരു സംസാരം നടത്താത്തത്, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പോലും നല്ലൊരു പരിഗണന ഇല്ലാത്തത്, അല്ലെങ്കിൽ ഒരു അംഗീകാരമില്ലാത്തത്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ അവൻ നേരെ നോക്കുന്നില്ല, ചിലവിന് കൊടുക്കുന്നില്ല, കൊടുക്കുന്ന അങ്ങനെ പിശുക്കിയിട്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കൊടുക്കുന്നതാക്കുന്നുണ്ട്, പക്ഷേ ഷൗട്ട് ചെയ്ത് സംസാരിക്കും, ഭയങ്കര ഷൗട്ടിങ് ആയിരിക്കും. ചില ആളുകൾ പിന്നെ ഭാര്യയോട് വളരെ ക്രൂരമായി പെരുമാറും. മണിയറകളിൽ പ്രത്യേകിച്ചും വളരെ ക്രൂരമായി പെരുമാറും. എത്രയോ ഡൈവേഴ്സ് കേസുകൾ നമ്മൾ കാണാറുണ്ട്. മണിയറകൾ ഭയങ്കര ക്രൂരമായും ഭയങ്കര പിന്നെ ഷൗട്ട് ചെയ്ത് ഭയങ്കര ക്രൂരമായി പെരുമാറി അങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങളായിരിക്കും ചിലപ്പോൾ മണിയറകൾ ഭയങ്കര ക്രൂരന്മാരായ ആളുകളുണ്ടാകാൻ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു സ്ത്രീ വീട് വിട്ടിറങ്ങുക. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാളെ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്, ഓടിയിട്ട് എല്ലാ തുണിപ്പായ എടുത്ത് സ്വർണ്ണം എടുത്ത് എല്ലാം എടുത്തിട്ട് അല്ല. ചില ഭയങ്കരമായ അതിൻ്റെ പിന്നിൽ ഭയങ്കരമായ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് കുടുംബജീവിതത്തിൽ. ഭയങ്കരമായ ചില ആളുകൾ പറയും 1-2 കുട്ടിയുണ്ടല്ലോ. കുട്ടി നമുക്കറിയാം, നമ്മൾ എത്ര തന്നെ അടുപ്പമില്ലെങ്കിലും ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ ജീവിക്കുമ്പോൾ ക്രമേണ അത് കുട്ടികൾ ഉണ്ടാകും. ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റുകളിൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ കുട്ടികളുണ്ടാകും. കുട്ടികൾ 1-2 കുട്ടികളുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായ സ്നേഹത്തിലും അടുപ്പത്തിലും ഭയങ്കര ഇതാണ് ഏറ്റവും നല്ല ഭാര്യ, ഇതാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്ന ഒരു അഭിപ്രായം ഒരിക്കലും എനിക്കില്ല, അങ്ങനെ ആർക്കും ഉണ്ടാവുകയുമില്ല. കുട്ടികളുണ്ടാകും. ഇപ്പോൾ ഈ 30 വയസ്സായ ഒരു ഭാര്യ ഭർത്താവിന് എനിക്കറിയാം. ആ ഭാര്യയ്ക്ക് 30 വയസ്സാണ്, വളരെ ചെറിയ പ്രായം. അവർ വേറെ താമസിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ സൈക്കോളജി അധികം പഠിക്കുന്നത്, അല്ല മെൻ്റലിസം, സൈക്കോളജി, അതുമായി ബന്ധപ്പെട്ട് മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ കൂടുതൽ പഠിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത്ര ഒരു പ്രായത്തിൽ തന്നെ രണ്ട് ആയി? അതായത് വലിയ വീടൊക്കെയാണ്, മുകളിൽ അവൻ താമസം, താഴെ അവൾ താമസം. പക്ഷെ എന്തിനാ നിങ്ങൾക്ക് അത്ഭുതമല്ല ഇത്? ഇത്ര ചെറിയ പ്രായത്തിൽ വിട്ട് കിടക്കുക. അതങ്ങനെ പതിയെ ആയിട്ട് അങ്ങനെ എത്രയോ കൊല്ലമായി അങ്ങനെ 3 കുട്ടികൾ അവർക്കുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കും, കുട്ടികൾ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റുകൾ സംഭവിക്കും. വിശദീകരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഇത്ര ഒരു ചെറിയ പ്രായത്തിൽ പോലും കിടക്കുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? ഒരാളെ പരസ്പരം തൃപ്തിപ്പെടുത്തുന്നതിന് പരാജയപ്പെടും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഭയങ്കരമായ വൃത്തിയും ഭയങ്കര വെടിപ്പായിരിക്കും. ശരീരത്തിൻ്റെ മറഞ്ഞ ഭാഗങ്ങൾ നമുക്കറിയാം, എല്ലാ സ്ത്രീകളുടെ എല്ലാ ഭാഗവും ഭയങ്കര സൗന്ദര്യമായതല്ല. എന്തുകൊണ്ടാണ് സിനിമയിലൊക്കെ വളരെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുകയും വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ കാണിച്ചാൽ അത് ഇപ്പോൾ നമുക്കറിയാം, മറ്റേ പല സൈസ് മൂവികളുണ്ട്. അത് എന്തുകൊണ്ട് അത് കണ്ട ഒരു ആസ്വാദനം തോന്നാത്തത് എന്താ? അത് മൊത്തമായി കണ്ടാൽ കഴിഞ്ഞു കഥയെന്നാണ് നമ്മൾ പറയാം. അതുകൊണ്ടാണ് അത്ര ഷോർട്ട്സ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടാവും ബാക്കി കൂടി കണ്ടാൽ കഴിഞ്ഞു സംഭവം. ഒരു ക്യൂരിയോസിറ്റിയും അതിലില്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. അപ്പോൾ ഇവിടെ അങ്ങനെ പല രീതിയിലുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഒളിച്ചോടാം, സംഭവിക്കാം. ഇനി സ്ത്രീകൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷൻ ഒരു മണിക്കൂറോ 10 മിനിറ്റോ 15 മിനിറ്റോ ശരിക്കും സംസാരിച്ചാൽ തന്നെ ചില സ്ത്രീകൾ വീണുപോകും. അങ്ങനെ ഒരു കഴിവുണ്ട് അവർക്ക്. ഇപ്പോൾ ഒരു കഴിവില്ലാത്ത ഞാൻ തന്നെ ഒരു മണിക്കൂർ ഒരു പെൺകുട്ടികളുമായി സംസാരിച്ച ഭയങ്കരമായ അടുപ്പത്തിൻ്റെ ബൗണ്ട് ഉണ്ടാവും അവർക്ക്. അവർക്ക് ആയിരിക്കും ഭയങ്കര അറിവാണ്, ഭയങ്കര നോളജാണ്. അല്ല, അവരോട് എങ്ങനെ സംസാരിക്കണമെന്ന കൃത്യമായൊരു ബോധ്യം ഉണ്ടാവും ഒരു പുരുഷന്. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് ഉണ്ടാവും. ഈ കെണിയും കൊണ്ട് നടക്കുന്നതെന്നല്ല, അവർക്കൊക്കെ ഉണ്ടാവും. ഞാൻ കെണിയും കൊണ്ട് നടക്കുന്നതല്ല. നമുക്ക് സംസാരിക്കാൻ അറിയാം. നമുക്ക് ഒരുപാട് സ്ത്രീകളുമായി പരിചയപ്പെട്ട് ഇടപഴകി ഒരുപാട് സ്ത്രീകളുടെ കൂടെ തന്നെ ജീവിച്ച് 6 പെങ്ങന്മാരുണ്ട്, കുടുംബത്തിൽ സ്ത്രീകളുണ്ട്, 40ഓളം ആളുകളുടെ കോളനിയിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഒരുപാട് സ്ത്രീകളായിട്ടാണ് കൂടുതൽ ബന്ധം. ജോലി ചെയ്ത സ്ഥലം, കോളേജിലൊക്കെ ജോലി ചെയ്തിട്ട് ഒരുപാട് സ്ത്രീകളൊക്കെ കണ്ടുമുട്ടി സംസാരിച്ച് അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ സ്വഭാവം, ഇന്ന ബാഗ് പിടിച്ചാൽ നമുക്കറിയാം. ഇന്ന് ബോഡി ലാംഗ്വേജ് പരമായിട്ടും പല കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാനും സംസാരിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് പല കാര്യങ്ങളും. ഒരാളുടെ ഏകദേശം ഒരു വാട്സപ്പ് സ്റ്റാറ്റസും വാട്സപ്പിൽ വെച്ച പ്രൊഫൈൽ ചിത്രവും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അവരെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിക്കും. ഒരു പെൺകുട്ടിയാണെങ്കിൽ, ഒരു ആൺകുട്ടിയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും അവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് വെച്ചുകൊണ്ട് നമ്മളൊരാളെ സംസാരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? ഈ അടുത്ത കാലത്ത് ഒരു എയർപോർട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് സംസാരിച്ചു, ഒരുപാട് പരിചയപ്പെട്ടു, ഭയങ്കരമായ അടുപ്പമുണ്ടായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്കറിയാം, നോളജില്ല ഉണ്ടാകും. നോളജാണ്, അതായിരിക്കും എൻ്റെ പ്രകൃതി, എൻ്റെ സ്വഭാവം ശരിക്കും അതായിരിക്കും. അല്ല, വീട്ടിലൊക്കെ അതായിരിക്കും. എപ്പോഴും എങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യനെ കണ്ട് ഉഷാറാണ്, ഇങ്ങനെയാണ് അങ്ങനെ ആയിരിക്കും. അല്ല, മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ചിന്തിച്ചിട്ടും ആലോചിച്ച് മാത്രമേ സംസാരിക്കൂ. അവിടെ ഒരു സ്ത്രീയെ പരിചയപ്പെട്ട എന്തുകൊണ്ട് 6 മാസം കൊണ്ട് പല ബന്ധങ്ങളും 6 മാസം കൊണ്ട് തകർന്നു പോകുന്നുണ്ട്, സ്നേഹബന്ധങ്ങൾ. 6 മാസത്തിൻ്റെ ഉള്ളിൽ അവർ അറിഞ്ഞിരിക്കും പരസ്പരം യഥാർത്ഥ ക്വാളിറ്റി എന്താണ്, അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ 6 മാസം സമയമെടുക്കും.
അല്ലാതെ മനസ്സിലാകില്ല. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ക്വാളിറ്റി പൂർണ്ണമായി അവർക്കോ അവരുടെ ക്വാളിറ്റി പൂർണ്ണമായി നമുക്കോ അറിയാൻ സാധ്യമല്ല. പക്ഷേ ഇതൊക്കെ ഒരു അഭിനയമാണ്. ഈ ഒരു സംസാരങ്ങളിലൊക്കെ അഭിനയമാണ്. പല അറിവുകളും പരസ്പരം അറിവുകൾ ഉപയോഗിച്ച് പരസ്പരം ചിന്തിച്ച് അവൾക്ക് ബേജാറാകുമോ, വിഷമാകുമോ, പ്രയാസപ്പെടുമോ എന്ന് ചിന്തിച്ച് പരസ്പരം സംസാരിക്കുകയാണ് ആദ്യ സന്ദർഭങ്ങളിൽ. പിന്നെ അതുണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഒളിച്ചോടി പോയിട്ട് അങ്ങ് സ്വീകരിക്കാത്തത്? എന്തുകൊണ്ടാണ്? സ്വീകരിച്ചാൽ തന്നെ ഒരാഴ്ച 2 ആഴ്ച സ്വീകരിക്കും. പിന്നെ തിരിച്ചു വരുന്ന എത്രയോ കേസുകൾ നമ്മൾ കാണുന്നു, അറിയുന്നു, വാർത്താമാധ്യമങ്ങളിൽ അറിയുന്നു. എന്നാൽ വളരെ ന്യൂനപക്ഷം ആളുകൾ മാത്രമേ എന്താകും കൂട്ടിക്കൊണ്ടുപോയി അവരെ താമസിപ്പിക്കൂ, അവരെ കൂടെ വിവാഹം ചെയ്ത് ജീവിക്കൂ. ബാക്കിയെല്ലാം നമ്മളെന്താ പറയുക, പോട്ടെ, ഞാൻ പറഞ്ഞ ചിലപ്പോൾ പദം വളരെ മോശം പദമായിപ്പോൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. അതേപോലെ ചില ഭർത്താക്കന്മാർക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്ന കുറവുണ്ട്, അത് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാൻ എന്താണ് കുഴപ്പം? നിങ്ങളുടെ ഇന്ന ഒരു കുറവ് അത് മാറ്റണം നിങ്ങൾ. അതൊക്കെ തീരെ ശരിയാണെന്നില്ല പറയാം. നമ്മൾ ഭാര്യയോട് പറയാറില്ലേ, നമ്മൾ പലപ്പോഴും ഭാര്യമാരോട് പറയാറുണ്ട്, ഇന്ന വസ്ത്രങ്ങൾ രാത്രി ധരിക്കുന്ന വസ്ത്രങ്ങൾ, ഇന്ന വസ്ത്രം ധരിക്കണം, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങോട്ട് പറയാം നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും? ഒരിക്കലുമില്ല. അപ്പോൾ പരസ്പരം ഒരു ഐക്യത്തോടെ സ്നേഹത്തോടെ മുമ്പോട്ട് പോകാൻ, ഉള്ള ബന്ധങ്ങളിലൊക്കെ ഊഷ്മളമായി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എന്തോ ഒരു അപാകത നമ്മുടെ ജീവിതത്തിൽ നിന്നും വരാതിരിക്കട്ടെ. നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ. മനസ്സിലായി ഞാൻ വിവേകം ഇത്രയും പറഞ്ഞത്.